നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ മകരജ്യോതി തെളിഞ്ഞപ്പോൾ അയ്യന്റെ ഉത്രം നക്ഷത്രം ആകാശത്ത് അങ്ങനെ തെളിഞ്ഞു നിന്നപ്പോൾ ഇതാ മണിക്കൂറുകൾക്കകം തന്നെ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. മകരജ്യോതി തെളിഞ്ഞപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളികളിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പ്രാർത്ഥിച്ചത് ശബരിമല കൊള്ളന്മാരെ, കള്ളന്മാരെ, കൊള്ള നടത്തിയ ഈ കൊള്ളക്കാരന്മാരെ ഒരു കാരണവശാലും പുറത്തു പോകരുത്, അവരൊന്നൊന്നായി പൂട്ടിക്കെട്ടണം എന്ന് തന്നെയായിരുന്നു. അടുത്ത മണ്ഡല മകരവിളക്ക് വരുമ്പോൾ ഇവർ ഓരോരുത്തരും ഇല്ലായ്മ ചെയ്തിരിക്കണം, ഇവർ ഓരോരുത്തരും പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ ജയിലിൽ തന്നെ തുടരണം എന്നുള്ള പ്രാർത്ഥന തന്നെയായിരുന്നു എല്ലാ അയ്യപ്പന്മാർക്കും, എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും. വീടുകളിലിരുന്നും ടെലിവിഷനിലൂടെ മകരജ്യോതി കണ്ടും ഓരോ അമ്മമാരും കൈതൊഴുത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിച്ചപ്പോഴും ഇതേ പ്രാർത്ഥന തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതാ മണിക്കൂറുകൾ കഴിയും മുൻപ് തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കയറി SIT ഇതാ മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഗതികെട്ട ഒരു അറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗതികെട്ട് സഹികെട്ട് ആരും അറിയാതെ രാത്രി പോയി, അത്ര മീഡിയ അറ്റൻഷൻ ഒന്നും കിട്ടാതെ രാത്രി പോയി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ പൂട്ടി. കോടതിയിൽ ശങ്കർദാസ് ആശുപത്രിയിൽ കിടക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള കുലുക്കവും ഉണ്ടായില്ല. ഏത് ആശുപത്രിയല്ല, ഏത് കോണിൽ കൊണ്ടൊളിപ്പിച്ചാലും ശങ്കർദാസിനെ തൂക്കണമെന്ന ഹൈക്കോടതി അടക്കമുള്ളവരുടെ രൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെ തന്നെയാണ് SITയുടെ ഈ നീക്കം. സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. SITയും മജിസ്ട്രേറ്റും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലായിരുന്നു ശങ്കർദാസ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് നടപടികൾ സ്വീകരിച്ചത്. ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് അറസ്റ്റ് എന്ന വിവരം. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തിയിരുന്നു. ശങ്കർദാസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വെള്ളിയാഴ്ചത്തിലേക്ക് മാറ്റിയിരുന്നു. ശങ്കർദാസിന്റെ ചികിത്സാ രേഖകൾ അന്വേഷണ സംഘം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകാതിരുന്നതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശങ്കർദാസ് മുൻകൂർ ജാമ്യം തേടിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശങ്കർദാസ് ICUവിൽ ആയതിനാൽ അറസ്റ്റ് വിവരം കൊല്ലം കോടതിയെ അറിയിക്കുകയും തുടർന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിൽ എത്തി തുടർ നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു. നാളെ കൊല്ലം കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കും. ICUവിൽ നിന്ന് മുറിയിലേക്ക് ശങ്കർദാസിനെ മാറ്റിയെങ്കിലും ആശുപത്രിയിൽ തുടരും. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കവർച്ചാ കേസിൽ നിർണായകമായ ഒരു നീക്കമായാണ് ഈ അറസ്റ്റ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും ഉൾപ്പെടുത്തി. ശബരിമലയിൽ 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. കൊടിമര നിർമ്മാണവും ഇനി SIT അന്വേഷിക്കും. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കൊടിമരം മാറ്റിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തന്ത്രി കണ്ഠര രാജീവരുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും SIT സംഘം മൊഴിയെടുത്തിരുന്നു. അപ്പോഴാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഈ സാഹചര്യത്തിലാണ് 2017 കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. പഴയ കൊടിമരം ജീർണിച്ച അവസ്ഥയിലായതോടെയാണ് മാറ്റി സ്ഥാപിക്കുന്നത്. കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനത്തിനും ഈ അഷ്ടദിക്ക പാലകന്മാർക്കും വർഷങ്ങളുടെ പഴക്കം ഉണ്ടായിരുന്നു. രാജാവിന്റെ കാലഘട്ടത്തിൽ സമ്മാനം ലഭിച്ചതാണെന്നാണ് രേഖകളിൽ പറയുന്നത്. കൊടിമരം മാറ്റി സ്ഥാപിക്കുമ്പോൾ ഈ വാജിവാഹനം തന്ത്രിയുടെ പക്കൽ ഏൽപ്പിച്ചു. എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ അഷ്ടദിക്ക പാലകന്മാർ എവിടെയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠര രാജീവർ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാജിവാഹനം. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് ഇത്. 2017 ശബരിമലയിൽ ഉണ്ടായിരുന്ന വളരെ മൂല്യമുള്ള വാജിവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത്. കട്ടളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം SIT സംഘം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വാജിവാഹനം കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. സുപ്രീം കോടതി വരെ പോയിട്ടും അനുകൂലമായ വിധി കിട്ടാതിരിക്കുകയും ഹൈക്കോടതി രൂക്ഷ വിമർശനം തുടരുകയും ചെയ്തതോടുകൂടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന CPI നേതാവ് KP ശങ്കർദാസിനെ ആശുപത്രി കിടക്കയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധിതരായത്.
സുപ്രീം കോടതി വരെ പോയിട്ടും അനുകൂലമായ വിധി കിട്ടാതിരിക്കുകയും ഹൈക്കോടതി രൂക്ഷ വിമർശനം തുടരുകയും ചെയ്തതോടുകൂടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന CPI നേതാവ് KP ശങ്കർദാസിനെ ആശുപത്രി കിടക്കയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധരായത്. അതായത് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി വെള്ളിയാഴ്ച പോകുമ്പോൾ കോടതിയുടെ കയ്യിൽ നിന്നും രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിനെ തുടർന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പേടിച്ച് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന CPM നേതാവ് കൂടിയ KP ശങ്കർദാസിന്റെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘം നിർബന്ധിച്ചത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി അച്ഛനായത് കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു മന്ദത ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന. ജസ്റ്റിസ് കമറുദ്ദീനാണ് ഈ ഒരു നീക്കം നടത്തിയത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് അടക്കമുള്ളവരെത്തിയാണ് ഈ നടപടിയിലേക്ക് നീങ്ങിയത്. ICUവിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ആശുപത്രിയിലെ വാർഡിലേക്ക് മാറ്റിയത്. ആ വാർഡിൽ കയറിയാണ് ഇപ്പോൾ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ശബരിമലയിൽ അയ്യന്റെ ആ ഉത്രം നക്ഷത്രം ആകാശത്ത് മിന്നിത്തിളങ്ങി, ആകാശത്ത് അങ്ങനെ ഉദിച്ചുയർന്ന ആ ഒരു വിളക്ക് നോക്കി അയ്യപ്പ ഭക്തന്മാർ, ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ പ്രാർത്ഥിച്ചതിന്റെ ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. അറസ്റ്റുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഇനി ഇവരെ എല്ലാവരും ഇനിയും പുറത്തു വരാനുള്ള കള്ളന്മാരുടെ കൃത്യമായ വിവരം പുറത്തു വന്ന് അവരെയും കോടതിയിൽ കൊണ്ടുവന്ന് അവർക്കും വേണ്ട ശിക്ഷ നൽകണമെന്ന പ്രാർത്ഥന തന്നെയാണ്. ഇനി ഒരുത്തന് പോലും അയ്യപ്പന്റെ മുതൽ തൊടാൻ കൈ പൊങ്ങരുത് എന്നുള്ള തരത്തിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. എന്തായാലും ശങ്കർദാസിന്റെ അറസ്റ്റിൽ അടിച്ചിരിക്കുകയാണ് ലോകം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഓരോ വ്യക്തികളും ഓരോ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അപ്പോഴും എല്ലാവർക്കും അറിയാം ശബരിമല അയ്യനോട് കളിക്കുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അയ്യനോട് കളിക്കാൻ കാണിച്ച ഈ ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം തന്നെയാണ് ഇവിടെ പണിയായി മാറിയിരിക്കുന്നത്.